ഹലോ ഗെയ്സ്, അങ്ങനെ ഒരു ഔട്ടിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പുറത്ത് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കിട്ടിയ പാടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 1 അവർ ക്ലാസ്സിൽ പോകണമായിരുന്നു, യൂണിറ്റ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താണ്ടെ ഔട്ടിങ്ങിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഔട്ടിംഗ് കിട്ടിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് കേട്ടോ പകുതി കിട്ടി. 12 മണി തൊട്ട് പോകാമായിരുന്നെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ അപ്പുറത്തെ ഹോസ്റ്റലിലേക്ക് പോയി സൈൻ ഇടാൻ പോകുമായിരുന്നു കേട്ടോ. അവിടെയാണ് വാർഡനൊക്കെ ഉള്ളത്. ഈ കാണുന്നത് പുതിയ ഹോസ്റ്റലിൽ പണിതയാണ് കേട്ടോ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ പിള്ളേരാരെ അവിടെ കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതിന് ചുറ്റിനൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ വാർഡന്റെ ഫ്ലോർ എത്തി സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു കഷ്ടപ്പാട് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 ഇടത്തേക്കാണ് കേട്ടോ പോകാനുള്ളത്. ആദ്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രം ഒരിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ കണ്ട് അങ്ങനെ ടെക്സ്റ്റൈൽസിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ റൂമിലുള്ള ബാക്കിയുള്ളവരെല്ലാവരുമായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. ഡിമാർട്ടിലേക്കാണ് പോയത്. കുറേ നാളായിരുന്നു ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാനില്ലാതെയാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളുമാർ നേരത്തെ വന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അധികം സാധനങ്ങളൊന്നും മേടിക്കാത്തതുകൊണ്ട് ചുമ്മാ ആദ്യം നോക്കി നടക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് ആയപ്പോഴേക്ക് ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ പെറുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത അധികം സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വീഡിയോ ഒന്നും അതിൻ്റെ ഉള്ളിൽ വെച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി കഴിഞ്ഞാണ് കേട്ടോ വീഡിയോ എടുത്തേ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇനി ബസ് സ്റ്റോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് വാരിപ്പെറുക്കിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കിറ്റി ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ബസ് വെയിറ്റ് ചെയ്ത് അധികം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ചെന്ന് നിന്നപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും പോയ ആ ഒരു എനർജി ഒന്നും തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ കുറച്ച് പ്രിന്റ് ഔട്ട്സ് എടുക്കാനായിട്ട് വന്നായിരുന്നു കേട്ടോ. ഇത്രയും നാൾ നാട്ടിൽ നിന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നിറച്ച് വർക്ക് ലോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് നടന്നു കേട്ടോ. ഇനിയിപ്പോൾ ചെന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം.